1 ദിനവൃത്താന്തം അധ്യായം 1. ആദം മുതൽ അബ്രാഹം വരെ. ആദം, സേത്ത്, എനോഷ്, കേനാൻ, മഹലലേൽ, യാരദ്, ഹെനോക്ക്, മെത്തുസലേഹ്, ലാമക്, നോഹ, ഷേം, ഹാം, യാഫത്ത്. യാഫത്തിൻ്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായ്, യാവാൻ, തൂബാൽ, മെഷക്, തീരാസ്. ഗോമറിൻ്റെ പുത്രന്മാർ അഷ്കെനാസ്, ദീഫത്ത്, തോഗർമ. യാവാൻ്റെ പുത്രന്മാർ എലീഷ, താർഷീഷ്, കിത്തിം, റോദാനിം. ഹാമിൻ്റെ പുത്രന്മാർ കുഷ്, ഈജിപ്ത്, പുത്, കാനാൻ. കുഷിൻ്റെ പുത്രന്മാർ സേബ, ഹവില, സപ്ത, രാമ, സപ്തെക്ക. രാമായുടെ പുത്രന്മാർ ഷെബ, ദെദാൻ. കുഷിന് നിമ്രോദ് എന്നൊരു പുത്രനുണ്ടായി. അവൻ പ്രബലനായി. ഈജിപ്തിൽ ലൂദിം, അനാമിം, ലഹാബിം, തഫ്തുഹിം, പത്രൂസിം, കസ്ലൂഹിം, കഫ്തോറിം എന്നിവർ ജാതരായി. കഫ്തോറിം ആണ് ഫിലിസ്ത്യരുടെ പിതാവ്. സീദോൻ കാനാന്റെ ആദ്യജാതനും ഹേത്ത് ദ്വിതീയനും ആയിരുന്നു. ജബൂസ്യർ, അമോര്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, അർക്കിയർ, സീനിയർ, അർവാദിയർ, സെമറിയർ, ഹമാത്യർ എന്നിവരും കാനാനിൽ നിന്ന് ഉത്ഭവിച്ചു. ഏലാം, അഷൂർ, അർപ്പക്ഷാദ്, ലൂദ്, ആരാം, ഊസ്, ഹൂൽ, ഗേത്തർ, മെഷക് എന്നിവർ ഷേമിൻ്റെ പുത്രന്മാരാകുന്നു. അർപ്പക്ഷാദ് ഷേലാഹിൻ്റെയും ഷേലാഹ് ഏബറിൻ്റെയും പിതാവാണ്. ഏബറിന് പേലഗ്, യോക്താൻ എന്നീ 2 പുത്രന്മാർ. പേലഗിൻ്റെ കാലത്താണ് ഭൂവാസികൾ വിഭജിക്കപ്പെട്ടത്. യോക്താൻ്റെ പുത്രന്മാർ അൽമോദാദ്, ഷേലഫ്, ഹസർമാവെത്ത്, യറോഹ്, ഹദോറാം, ഊസാൽ, ദിക്ല, ഏബാൽ, അബിമായേൽ, ഷെബ, ഓഫിർ, ഹവില, യോബാബ്, ഷേം, അർപ്പക്ഷാദ്, ഷേലഹ്, ഏബർ, പേലഗ്, റവു, സെരൂഗ്, നാഹോർ, തേരഹ്. അബ്രാം എന്ന അബ്രാഹം എന്നിവർ ഷേമിൻ്റെ വംശപരമ്പരയിൽപ്പെടുന്നു. അബ്രാഹത്തിൻ്റെ സന്തതികൾ. അബ്രാഹത്തിൻ്റെ പുത്രന്മാർ ഇസഹാക്കും ഇസ്മായേലും. അവരുടെ വംശപരമ്പര: ഇസ്മായേലിൻ്റെ ആദ്യജാതൻ നെബായോത്ത്, കേദാർ, അദ്ബേൽ, മിബ്സാം, മിഷ്മ, ഭൂമ, മാസ, ഹദാദ്, തേമ, യത്തൂർ, നഫിഷ്, കേദമ. ഇവരും ഇസ്മായേലിൻ്റെ സന്തതികളാണ്. അബ്രാഹത്തിന് ഉപനാരിയായ കെത്തൂറായിൽ ജനിച്ച പുത്രന്മാർ സിമ്രാൻ, യോക്ഷാൻ, മെദാൻ, മിദിയാൻ, ഇഷ്ബാഖ്, ഷുവാഹ്. യോക്ഷാൻ്റെ പുത്രന്മാർ ഷെബ, ദെദാൻ. മിദിയാൻ്റെ പുത്രന്മാർ ഏഫ, ഏഫർ, ഹനോക്ക്, അബീദ, എൽദ. ഇവർ കെത്തൂറായുടെ വംശത്തിൽപ്പെടുന്നു. അബ്രാഹം ഇസഹാക്കിൻ്റെ പിതാവാണ്. ഇസഹാക്കിൻ്റെ പുത്രന്മാർ ഏസാവ്, ഇസ്രായേൽ. ഏസാവിൻ്റെ പുത്രന്മാർ എലിഫാസ്, റവുവേൽ, യവൂഷ്, യാലാം, കോറഹ്. എലിഫാസിൻ്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫി, ഗദാം, കെനസ്, തിമ്ന, അമലേക്. റവുവേലിൻ്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ. സെയറിൻ്റെ പുത്രന്മാർ ലോധാൻ, ഷോബാൽ, സിബയോൻ, ആന, ദീഷോൻ, ഏസർ, ദീഷാൻ. ലോധാൻ്റെ പുത്രന്മാർ ഹോറി, ഹോമാം. ലോധാൻ്റെ സഹോദരിയാണ് തിമ്ന. ഷോബാലിൻ്റെ പുത്രന്മാർ അലിയാൻ, മനഹത്ത്, ഏബാൽ, ഷെഫി, ഓനാം. സിബയോൻ്റെ പുത്രന്മാർ അയ്യ, ആന. ആനായുടെ പുത്രനാണ് ദീഷോൻ. ദീഷോൻ്റെ പുത്രന്മാർ ഹംറാൻ, എഷ്ബാൻ, ഇത്രാൻ, കെറാൻ. ഏസറിൻ്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, യാഖാൻ. ദീഷാൻ്റെ പുത്രന്മാർ ഊസ്, ആരാൻ.
ഇസ്രായേലിൽ രാജഭരണം തുടങ്ങുന്നതിന് മുൻപ് ഏദോമിൽ വാണ രാജാക്കന്മാർ. ബയോറിന്റെ മകൻ ബേല, ഇവൻ ദിൻഹാബ പട്ടണക്കാരനായിരുന്നു. ബേലായുടെ മരണത്തിനു ശേഷം ബൊസ്രക്കാരനായ സേറഹിന്റെ മകൻ യോബാബ് ഭരണമേറ്റു. യോബാബ് മരിച്ചപ്പോൾ തേമാൻ വംശജരുടെ നാട്ടിൽ നിന്നുള്ള ഹൂഷാം രാജാവായി. ഹൂഷാമിന്റെ മരണത്തിനു ശേഷം ബദാദിന്റെ പുത്രൻ ഹദാദ് ഭരണമേറ്റു. അബിദ് പട്ടണക്കാരനായ ഇവൻ മൊവാബ് ദേശത്തു വെച്ച് മിദിയാനെ തോൽപ്പിച്ചു. ഹദാദിനു ശേഷം മസ്രേക്കാക്കാരൻ സംല രാജാവായി. സംലായ്ക്കു ശേഷം യൂഫ്രട്ടീസ് തീരപ്രദേശമായ റഹോബോത്ത് പട്ടണത്തിൽ നിന്നുള്ള സാവൂൾ ഭരണമേറ്റു. സാവൂൾ മരിച്ചപ്പോൾ അക്ബോറിന്റെ മകൻ ബാൽഹനാൻ രാജാവായി. ബാൽഹനാൻ മരിച്ചപ്പോൾ പായ് പട്ടണത്തിൽ നിന്നുള്ള ഹദാദ് രാജാവായി. മെസഹാബിന്റെ പൗത്രിയും മത്രദിന്റെ പുത്രിയുമായ മെഹത്താബൽ ആയിരുന്നു അവന്റെ ഭാര്യ. ഹദാദിന്റെ മരണത്തിനു ശേഷം ഏദോമിൽ വാണ പ്രഭുക്കന്മാർ തിമ്ന, അലിയ, യാഥിത്, ഒഹോലിബാമ, ഏല, പിനോൻ, കെനസ്, തേമാൻ, മിബ്സാർ, മഗ്ദിയേൽ, ഈറാം ഇവർ ഏദോമിലെ പ്രമുഖരായിരുന്നു. 1 ദിനവൃത്താന്തം അധ്യായം 2. യൂദായുടെ സന്തതികൾ. ഇസ്രായേലിന്റെ പുത്രന്മാർ റൂബൻ, ശിമയോൻ, ലേവി, യൂദ, ഇസാക്കർ, സെബുലൂൺ, ദാൻ, ജോസഫ്, ബെഞ്ചമിൻ, നഫ്താലി, ഗാദ്, ആഷേർ. യൂദായുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ഷേലഹ്. ഇവരുടെ മാതാവ് കാനാൻകാരിയായ ബത്ഷൂവ ആയിരുന്നു. യൂദായുടെ ആദ്യജാതനായ ഏർ കർത്താവിന്റെ ദൃഷ്ടിയിൽ ദുഷ്ടനായിരുന്നതിനാൽ അവിടുന്ന് അവനെ നിഹനിച്ചു. മരുമകളായ താമാറിന് പേരസ്, സേറഹ് എന്നീ 2 പുത്രന്മാർ ജനിച്ചു. അങ്ങനെ യൂദായുടെ പുത്രന്മാർ ആകെ 5 പേർ. പേരസിന്റെ പുത്രന്മാർ ഹെസ്രോൻ, ഹാമൂൽ. സേറഹിന് സിമ്രി, ഏഥാൻ, ഹേമാൻ, കൽക്കോൽ, ദാര എന്നീ 5 പുത്രന്മാർ. അർപ്പിത വസ്തു അപഹരിച്ചെടുത്ത് ഇസ്രായേലിൽ തിന്മ വരുത്തിയ ആഖാർ കർമ്മിയുടെ പുത്രനാണ്. ഏഥാന്റെ പുത്രനാണ് അസറിയ. ഹെസ്രോന്റെ പുത്രന്മാർ യറഹമേൽ, റാം, കെലുബായ്. റാം അമിനാദാബിന്റെയും അമിനാദാബ് യൂദാ ഗോത്രത്തിന്റെ നേതാവായ നഹ്ഷോന്റെയും പിതാവാണ്. നഹ്ഷോൻ സൽമയുടെയും സൽമ ബോവാസിന്റെയും ബോവാസ് ഓബദിന്റെയും ഓബദ് ജസ്സയുടെയും പിതാവാണ്. ജസ്സയുടെ പുത്രന്മാർ പ്രായക്രമത്തിൽ എലിയാബ്, അമിനാദാബ്, ഷിമ്മ, നഥനേൽ, റദ്ദായ്, ഓസൻ, ദാവീദ്. സെറൂയായും അബിഗായിലും ഇവരുടെ സഹോദരിമാരായിരുന്നു. സെറൂയായുടെ 3 പുത്രന്മാർ അബിഷായി, യോവാബ്, അസഹേൽ. അബിഗായിലിന് അമാസ എന്നൊരു പുത്രനുണ്ടായി. ഇസ്മായേല്യനായ യഥറായിരുന്നു അവന്റെ പിതാവ്. ഹെസ്രോന്റെ മകനായ കാലബിന് ഭാര്യയായ അസുബായിൽ യെറിയോത്ത് ജനിച്ചു. അവളുടെ പുത്രന്മാർ യേഷർ, ഷോബാബ്, അർദോൻ. അസുബായുടെ മരണത്തിനു ശേഷം കാലബ് എഫ്രാത്തിനെ വിവാഹം ചെയ്തു. അവളിൽ ഹൂർ ജനിച്ചു. ഹൂർ ഊറിയുടെയും ഊറി ബസാലേലിന്റെയും പിതാവായി. ഹെസ്രോൻ 60-ാം വയസ്സിൽ ഗിലെയാദിന്റെ പിതാവായ മാഖീറിന്റെ മകളെ വിവാഹം ചെയ്തു. അവളിൽ നിന്ന് സെഗൂബ് ജനിച്ചു. സെഗൂബിന് യായിർ എന്നൊരു പുത്രൻ ജനിച്ചു. യായിറിന് ഗിലെയാദിൽ 23 നഗരങ്ങൾ ഉണ്ടായിരുന്നു. ഹാവോത്തും കെനാത്തും അതിന്റെ ഗ്രാമങ്ങളും ഉൾപ്പെടെ 60 പട്ടണങ്ങൾ ഗഷൂറും ആരാമും പിടിച്ചെടുത്തു. ഇവരെല്ലാവരും ഗിലെയാദിന്റെ പിതാവായ മാഖീറിന്റെ വംശത്തിൽപ്പെടുന്നു. ഹെസ്രോന്റെ മരണത്തിനു ശേഷം കാലബ് പിതാവിന്റെ വിധവയായ എഫ്രാത്തായെ പ്രാപിച്ചു. അവളിൽ അവന് ആഷ്ഹൂർ ജനിച്ചു. ആഷ്ഹൂർ തെക്കോവായുടെ പിതാവാണ്. ഹെസ്രോന്റെ ആദ്യജാതനായ യറഹ്മേലിന്റെ പുത്രന്മാർ ആദ്യജാതനായ റാമും, ബൂന, ഓരൻ, ഓസം, അഹിയ എന്നിവരും. യറഹ്മേലിന് അതാറ എന്നു വേറൊരു ഭാര്യയുണ്ടായിരുന്നു. ഓനാം ജനിച്ചത് അവളിൽ നിന്നാണ്. യറഹ്മേലിന്റെ ആദ്യജാതനായ റാമിന്റെ പുത്രന്മാർ
മാസ്, യാമിൻ, എക്കർ. ഓനാമിന്റെ പുത്രന്മാർ ഷമ്മായി, യാദ. ഷമ്മായിയുടെ പുത്രന്മാർ നാദാബ്, അബിഷൂർ. അബിഷൂറിന്റെ ഭാര്യ അബിഹായിൽ. അവളിൽ അഹ്ബാൻ, മോലിദ് എന്നിവർ ജനിച്ചു. നാദാമിന്റെ പുത്രന്മാർ സേലദ്, അഫായിം. സേലദ് മക്കളില്ലാതെ മരിച്ചു. അഫായിമിന്റെ പുത്രനാണ് യിഷി. യിഷിയുടെ പുത്രൻ ശേഷാൻ. ശേഷാന്റെ പുത്രൻ അഹ്ലായ്. ഷമ്മായിയുടെ സഹോദരൻ യാദായുടെ പുത്രന്മാർ യഥർ, ജോനാഥൻ. യഥർ മക്കളില്ലാതെ മരിച്ചു. ജോനാഥന്റെ പുത്രന്മാർ പേലത്ത്, സാസ. ഇവർ യറഹ്മേലിന്റെ വംശത്തിൽപ്പെടുന്നു. ശേഷാന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. അവന് ഈജിപ്തുകാരനായ യർഹ എന്ന ഒരു ദാസൻ ഉണ്ടായിരുന്നു. ശേഷാൻ തന്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുത്തു. അവൾക്ക് അത്തായി എന്നൊരു പുത്രൻ ജനിച്ചു. അത്തായി നാഥാന്റെയും നാഥാൻ സാബാദിന്റെയും പിതാവാകുന്നു. സാബാദിന് എഫ്ലാലും എഫ്ലാലിന് ഓബദും ജനിച്ചു. ഓബദ് യേഹുവിന്റെയും യേഹു അസറിയായുടെയും പിതാവാണ്. അസറിയായിക്ക് ഹേലസും ഹേലസിന് എലയാസായും ജനിച്ചു. എലയാസ സിസ്മായുടെയും സിസ്മായി ഷല്ലൂമിന്റെയും പിതാവാണ്. ഷല്ലൂമിന് യക്കാമിയായും യക്കാമിയായിക്ക് എലിഷാമായും ജനിച്ചു. യറഹ്മേലിന്റെ സഹോദരനായ കാലബിന്റെ ആദിജാതനും സീഫിന്റെ പിതാവുമാണ് മരേഷ. മരേഷായുടെ പുത്രൻ ഹെബ്രോൺ. ഹെബ്രോണിന്റെ പുത്രന്മാർ കോറഹ്, തപ്പുവ, റക്കെം, ഷേമ. ഷേമ റാഹാമിന്റെയും അവൻ യോർക്കയാമിന്റെയും പിതാവാണ്. റക്കെം ഷമ്മായുടെ പിതാവ്. ഷമ്മായുടെ പുത്രൻ മാവോൻ. മാവോന്റെ പുത്രൻ ബത്സൂർ. ഹാരാൻ, മോസ, ഗാസേസ് എന്നിവർ കാലബിന് ഉപനാരിയായ ഏഫായിൽ ജനിച്ചു. ഗാസേസിന്റെ പിതാവാണ് ഹാരാൻ. യഹദായിയുടെ പുത്രന്മാർ രേഗം, യോധാം, ഗേഷാൻ, പേലെത്ത്, ഏഫ, ഷാഫ്. മാഖ എന്ന ഉപനാരിയിൽ കാലബിന് ഷേബർ, തിർഹാന എന്നിവർ ജനിച്ചു. മത്മാനായുടെ പിതാവായ ഷാഫ് മക്ബേനായുടെയും ഗബയായുടെയും പിതാവായ ഷേവ എന്നിവരും മാഖായിൽ ജനിച്ചു. കാലബിന്റെ പുത്രിയാണ് അക്സ. ഇവർ കാലബിന്റെ വംശപരമ്പരയിൽ പെടുന്നു. എഫ്രാത്തിന്റെ ആദ്യജാതനായ ഹൂറിന്റെ പുത്രന്മാർ കിരിയാത്ത് യയാറിമിന്റെ പിതാവാണ് ഷോബാൽ. ബെത്ലഹേമിന്റെ പിതാവ് സൽമ. ബേത് ഗാദറിന്റെ പിതാവ് ഹാരിഫ്. അർദ്ധമെനുഹോത്യർ, ഹരോവെ എന്നിവർ കിരിയാത്ത് യയാറിമിന്റെ പിതാവായ ഷോബാലിന്റെ വംശത്തിൽപ്പെടുന്നു. കിരിയാത്ത് യയാറിമിന്റെ കുലങ്ങൾ ഇത്ര്യർ, പുത്യർ, ഷുമാത്യർ, മിഷ്രായർ. ഇവരിൽ നിന്ന് സൊറാത്യരും എഷ്താവോല്യരും ഉത്ഭവിച്ചു. ബെത്ലഹേം, നെത്തോഫാത്യർ, അത്രോത്ത് ബത്യോവാബ്, അർദ്ധമനഹാത്യർ, സോര്യർ എന്നിവർ സൽമ വംശജരാണ്. യാബസിൽ വസിച്ചിരുന്ന നിയമജ്ഞ കുലങ്ങൾ തിരാത്യർ, ഷിമയാത്യർ, സുക്കാത്യർ. റെക്കാബു കുടുംബത്തിന്റെ പിതാവായ ഹാമാത്തിൽ നിന്ന് ഉത്ഭവിച്ച കേന്യരാണ് ഇവർ.